എന്തോ പേരെങ്ങനെയാ? ചിന്നു. ആ കളറുകളെല്ലാം ചെയ്യും. ആന്നല്ലേ? ആ പടം വരയ്ക്കും. ആ പിന്നെ പടം എങ്ങനെയാ ഇതിനകത്ത് വരയ്ക്കുവോ? തുണിക്കകത്തൊക്കെ വരച്ചേക്കുന്ന കാണിച്ചല്ലോ. എടുത്തോ എടുത്തോ, അതെല്ലാം എടുത്തോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വാർഡിലെ ചിന്നു എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാനാണ്. കണ്ടാ കുട്ടിയായിട്ടിരുന്നാലും എൻ്റെ ഒരു ചേച്ചിയാണ്. അന്നേരം ചിന്നു ചേച്ചി ഇവിടെ പടം വരപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ കറക്കമൊക്കെയാണ്. എൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഒരു പാവം പിടിച്ച ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. അന്നേരം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൂടാണ്. പല മേഖലകളിൽ ചിത്രരചനയിൽ പ്രൈസുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലുള്ളത്. അന്നേരം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം നമുക്ക് ചിന്നു ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാം അല്ലേ? ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. എന്തോ പേരെങ്ങനെയാ? ചിന്നു. ആ കളറുകളെല്ലാം ചെയ്യും. ആന്നല്ലേ? പടം വരയ്ക്കും. ആ പിന്നെ പടം എങ്ങനെയാ ഇതിനകത്ത് വരയ്ക്കുവോ? തുണിക്കകത്തൊക്കെ വരച്ചേക്കുന്ന കാണിച്ചല്ലോ. ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്താണ് ചിന്നു ചേച്ചിയുടെ വീട്. ചേച്ചി വരച്ചിരിക്കുന്ന നമ്മുടെ പടങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ജന്മന വൈകല്യമുള്ള ഒരു ചേച്ചിയാണ്, എൻ്റെ വാർഡിലെയാണ്. അന്നേരം ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ കൊച്ചു കുട്ടികളുടെ കൂട്ടി ഇതേപോലെ ബുക്കിനകത്തൊക്കെ മനോഹരമായ ചിത്രങ്ങളാണ് ഈ ചേച്ചി വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്കിനും അതേപോലെ തന്നെ പെൻസിലിലും ഒക്കെ നല്ല കളർ പെൻസിലുകളൊക്കെ വെച്ച് മനോഹരമായ രീതിയിൽ ഇങ്ങനെ പടം വരയ്ക്കും. ഇത് വിശ്വനാഥൻ ചേട്ടൻ്റെയും ചന്ദ്ര ചേച്ചിയുടെയും മകളാണ് ചിന്നു എന്നുള്ള പേരുള്ള ഈ ചേച്ചി. അവരുടെ ഏക മകളാണ്. ഇവരാണ് ഈ കലകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. എപ്പോഴും ഞാൻ ആ വീടുകളിലൊക്കെ സന്ദർശിക്കുന്നതാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു കാര്യം ജനങ്ങളെ അറിയിക്കുക, ഇതൊന്നും ആരും അറിയപ്പെടാതുള്ള കാര്യങ്ങളാണ്. സ്വന്തമായി വീട്ടിലിരുന്ന് ഓരോന്നോരോന്നായി ഇങ്ങനെ വരച്ചു കൂട്ടും. ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ 10 പേര് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്നാലും മനോഹരമായ രീതിയിലാണ് ഓരോന്നും ചെയ്യുന്നത്. എത്രയോ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ചിലതൊക്കെ പൂർത്തീകരിക്കാനും ഇനി പൂർത്തീകരിക്കാനുള്ളതും പെയിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെയൊക്കെ രൂപങ്ങളാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. അന്നേരം ഈ കലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം. നല്ല മനോഹരമായ ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അന്നേരം ഈ കലകളൊക്കെ ഇനി മുന്നോട്ടും തുടരാൻ സഹായങ്ങളൊക്കെ ആവശ്യമാണ്. ഇതേപോലുള്ള ബുക്സും അതേപോലുള്ള ഈ തുണികളും പെയിൻറ്റും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങിച്ച് നൽകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിന്നു ചേച്ചിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അന്നേരം വിളിച്ച് വേണ്ട സഹായങ്ങളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ കലാവാസന നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഇവരുടെ വാർഡ് മെമ്പർ കൂടിയാണ്. അന്നേരം ഞാൻ ഇലക്ഷൻ ഇന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അന്നേരം ഇതേപോലെ ഈ സൈഡ് വീല് ഘടിപ്പിച്ച വണ്ടിയുണ്ട്, അതുമായി പുറത്തേക്ക് പോകണം. അത് കിട്ടിയതിന് ശേഷം ആ വണ്ടി ഓടിക്കാനേ പറ്റിയിട്ടില്ല. 3-4 കൊല്ലം കൊണ്ട് ഓടിക്കാതെ അവിടെ ഇരിക്കുകയായിരുന്നു. അന്നേരം ഈ റോഡ് റെഡിയാക്കാതെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിട്ടെങ്കിലും കയറി 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ റോഡ് പണി നമ്മൾ പൂർത്തീകരിച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഈ വണ്ടി ഓടിക്കാതിരുന്ന് അത് കേടായിപ്പോയി. അങ്ങനെ നമ്മുടെ എറണാകുളത്ത് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു രമേശ് സാറുണ്ട്, കായംകുളത്തുള്ള. അദ്ദേഹവും എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കായംകുളത്ത് തന്നെയുള്ള സജിച്ചേട്ടനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മളെല്ലാം പിറക്കകത്തിരിക്കുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഈ സൈഡുകളും ലോകങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവരെ പോലെയുള്ളവരൊക്കെ വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ആരെങ്കിലും കൊണ്ടുപോയാൽ മാത്രം പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയും. അന്നേരം ഇതിനകത്തിരുന്ന് ഇങ്ങനെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് റോഡിലൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ ചേച്ചിയെ പലരും കണ്ടിട്ടുണ്ടാകാം. നമ്മൾ മനോഹരമായ രീതിയിൽ നമ്മൾ റോഡൊക്കെ പണിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഹൈവേ ഒക്കെ അടുത്താണ്, എന്നാലും ദൂരത്തൊന്നും പോകുന്നില്ല. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വീട്ടിലിരുന്ന് ഈ മുഖമായിട്ടിരിക്കുന്ന ഈ അന്തരീക്ഷമൊക്കെ മാറും. ആർക്കെങ്കിലുമൊക്കെ ഒരു സഹായമാകട്ടെ, തണലാകട്ടെ, പാവത്തുങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാം. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ചിന്നു ചേച്ചിയുടെയാണ്. ഈ
വൈകല്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പം 40 വയസ്സുണ്ട് ചേച്ചിക്ക്. ഇപ്പോഴും നല്ല രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടി എല്ലാവരിൽ നിന്നും ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചു വരികയാണ്. അതായത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് പലരിലേക്കും ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ നമ്മുടെ ഇടകളിലുണ്ട്. സ്റ്റേറ്റ് ബഡ്സ് ഫെസ്റ്റിൽ ചിന്നുവിന് ലഭിച്ച സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെയാണ്. ഈ ചിത്രരചനയിലും അതേപോലെ തന്നെ എംബോസ് പെയിൻറ്റിങ്ങിലും ഒക്കെയാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ഒരു വീഡിയോ വരെ എല്ലാവർക്കും ചിന്നു ചേച്ചിയുടെ വകയൊരു ഹായ്. ഓക്കെ, അന്നേരം എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇനിയും വേറിട്ട കാഴ്ചകളുമായി ഡേ ടു ഡേ വ്ലോഗ് വരുന്നതാണ്. ബൈ ബൈ.